ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്, പക്ഷേ നടക്കാറില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ എന്തോ പോലെ ഇരിക്കുന്ന മുഖം, നന്നായിട്ട് വിശക്കുണ്ട്. അപ്പം എന്തെങ്കിലും കഴിക്കാനുണ്ടോ നോക്കട്ടെ. ഇപ്പം സമയം 9:30 ശരിക്കും ഞാൻ 7 മണിക്കാവുമ്പോൾ എണിക്കും. പക്ഷെ ഇന്നെന്തോ ആ സമയത്ത് എണീറ്റിട്ട് വെറുതെ ഒന്നും കൂടെ കിടന്നുപോയി. പിന്നെ ഇപ്പോഴാണ്ട കണ്ണു തുറക്കണേ. അപ്പോൾ നമുക്ക് പോയിട്ട് പല്ലേച്ച് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ടാറ്റാ, ബൈ. ഹലോ ഗൈസ്, അപ്പോൾ പല്ലേച്ച് വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവിടെ കഴിക്കാനൊന്നുമില്ല കേട്ടോ. ഒരു ഉണക്കപ്പുട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഇവിടെ പാസ്ത ഇരിപ്പുണ്ട്, പാസ്ത ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ചണ്ടടാ, ഇത് കഴിച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് പുട്ട് കഴിക്കാനൊരു മൂഡില്ല. എനിക്ക് പൊതുവേ പുട്ട് ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് പിരിയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. പക്ഷെ എൻ്റെ മുഖം നിങ്ങൾ നോക്കണ്ട, രാവിലെ എഴുന്നേറ്റിട്ട് ഒരുമാതിരി തേങ്ങ പോലെ ഇരിക്കുന്നു. നമുക്ക് ഇതുണ്ടാക്കിയിട്ട് കാണാം. എൻ്റെ വീട്ടിൽ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഉമ്മ രാവിലെ ജോലിക്ക് പോവും. രാവിലെ ഒരു 7 മണി 7:15 പോവും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം 5:50 ആവും എത്തുമ്പോൾ. അപ്പം അതുവരെ ഞാനിങ്ങനെ വീട്ടിൽ പോസ്റ്റാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഡിപ്രഷനായിട്ടാ. ആദ്യമൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഞാൻ പഠിക്കാൻ പോയത് 17 വയസ്സ് കഴിയാറായപ്പോഴാണ് ഞാൻ പഠിക്കാൻ പോയത്. അപ്പം അന്ന് തൊട്ടേ അവിടെ തൊട്ടേ തുടങ്ങിയ പണിയാണ്. അവരെ ഹോസ്പിറ്റലിൽ നമുക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പണിമൊത്തം എടുത്തെടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എനിക്കിപ്പോൾ 24 വയസ്സായി. ആ ഒരു 24 വയസ്സ് വരെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് പണിത് എനിക്ക് എനിക്ക് മടുത്ത്. അപ്പോൾ ആദ്യമൊക്കെ ഇരിക്കണ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഇരുന്നിരുന്ന് ഡിപ്രഷൻ അടിച്ചിട്ടാ. പിന്നെ ഞാൻ ഇപ്പം യൂട്യൂബിലൊക്കെ വെറുതെ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എഡിറ്റിങ് അങ്ങനെയൊക്കെ ആയിട്ട് നേരം പോകും. വേവണമില്ലല്ലോ, വിശന്നിട്ടാണെങ്കിൽ എൻ്റെ വയറ് പാട്ട് പാടി തുടങ്ങി. അപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം. കുറേ നിന്ന് വെറുപ്പിക്കണം. സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു ഇതിൽ വെച്ച് തന്നെ കഴിക്കാൻ ഇഷ്ടമുണ്ടാകും. കാരണം എനിക്കിങ്ങനെ ഒത്തിരി ഡ്രൈ ആയിട്ടിരിക്കണേലും കുറച്ചിങ്ങനെ മസാലയൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളമല്ല, ഇങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലിരിക്കില്ല, അതാണ് ഇഷ്ടം. അപ്പം ഈ പാത്രത്തിൽ തന്നെ വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ടും ഉണ്ടാക്കുമ്പോൾ അപ്പം അതൊക്കെ എനിക്ക് ലാസ്റ്റ് ഇരുന്ന് നക്കി തിന്നണം. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പം പാത്രത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോവും. അപ്പം എനിക്ക് അങ്ങനെ വെച്ചാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ തന്നെയാണ് കേട്ടോ കഴിക്കണത്. പാത്രത്തിന് ചൂടുണ്ട്, ആവി പറക്കണ കാണില്ലേ. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ക്യാമറയിൽ നോക്കി സംസാരിക്കുമ്പോൾ മനസ്സിനൊരാശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വിദൂരതയിലോട്ട് നോക്കിയിരുന്ന് കഴിച്ച് പാത്രം കഴുകി വെച്ച് പോയി കിടന്ന് എന്തെങ്കിലുമൊക്കെ ഫോണിൽ നോക്കിയിരിക്കും. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സുഖം. സൂപ്പർ ടേസ്റ്റ്. ഇതുകൊണ്ടൊന്നും എനിക്ക് വിശപ്പ് മാറില്ല കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ വേറെ എന്തെങ്കിലും എടുത്ത് തിന്നണം. ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണെങ്കിൽ തിന്നാൻ പോലും സമയം ഉണ്ടാവില്ല. എനിക്ക് മാഗിനേലും ഇഷ്ടം പാസ്തയാണ്. ഇതൊക്കെ ആരാ ചോദിച്ചാൽ വെറുതെ ഇരുന്ന് പറയാ. അതെ, പാത്രം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ കൊണ്ട് കമത്തി വെച്ചാൽ മതി. അപ്പം ഞാനിത് ചായയുടെയൊക്കെ കഴിഞ്ഞ് ബെഡിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ കിടന്നെങ്കിലായിട്ട് എന്തെങ്കിലുമൊക്കെ റീൽസൊക്കെ കാണും, അല്ലെങ്കിൽ വല്ല ഗെയിംസോ അങ്ങനെ എന്തെങ്കിലും മൂവീസൊക്കെ ഇരുന്ന് കാണും. കുറേ നേരം വെറുതെ കിടക്കും. ഇതൊക്കെ എൻ്റെ പണി. ഒരു വൈകുന്നേരം വരെ ഇനി ഈ ഒരു പൊസിഷനിലായിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാനും ചോറിനാനും അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുന്നേക്കൂട്ടാ. അപ്പോൾ അത് ക്യാമറ ഓണാക്കി വെച്ച് എൻ്റെ പേക്കൂത്താണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പഴയ ഫോണിൽ കുറേ ഗെയിംസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെറുതെ ഇരുന്ന് കളിക്കാനായിട്ട്. അപ്പോൾ ഈ
ബൈക്ക് റേസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം അതൊക്കെ ഉണ്ടാ ഞാൻ കളിച്ചുകൊണ്ടിരിക്കണേ. അപ്പം അത് തോറ്റപ്പോൾ അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഗൈസ് ഇന്ന് അതും തോറ്റിരിക്കുകയാണ്. എല്ലാ ഗെയിമും തോറ്റുന്ന എന്താണാവോ, ഇന്ന് ആരാണാവോ കണി കണ്ടത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു സ്നിക്കേഴ്സ് ബ്രേക്ക് എടുത്തു. അപ്പം അത് ചവച്ചുകൊണ്ടിരിക്കണതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുള്ളൂ. ഇതോടുകൂടി രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഉച്ചയ്ക്ക് കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഡൺ. അത് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഗെയിം. എൻ്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കണ ഫാഷൻ ഡിസൈനറെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് കേട്ടത്. ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതിൽ അഡിക്റ്റ്. അയ്യോ തോറ്റ് ഗൈസ്. അപ്പം അതിലും തോറ്റ സ്ഥിതിക്ക് ഇന്ന് കളിച്ച എല്ലാ ഗെയിമും പൊട്ടി പാളീസായി. ഇന്ന് എന്താണ് ഒരു ലക്കില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പൈനാപ്പിൾ തിന്നാന്ന് വിചാരിച്ചു. അങ്ങനെ അതേ പൈനാപ്പിൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പുളിയുള്ള പൈനാപ്പിളായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കറണ്ട് വന്ന്, അതാണ് ഞാൻ പേടിച്ച പോലെ മുകളിലോട്ട് നോക്കിയത്. അങ്ങോട്ട് ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ച് ഒച്ചയായിരുന്നു. സൂപ്പർ പുളി പൈനാപ്പിൾ. എൻ്റെ ചുണ്ടുമയ്ക്ക് നോക്കല്ലേ, ഞാനൊരു ലിപ്സ്റ്റിക് ചാലഞ്ച് ചെയ്തതാ. പെർമനൻ്റ് ആയിട്ട് ചുണ്ട് ചോന്നു. അത് കഴിഞ്ഞത് ഉച്ചക്കൽക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയത്. ഞായറാഴ്ചയിലത്തെ ബിരിയാണി ചൂടാക്കി അങ്ങനെ എന്നിട്ട് ഞാൻ പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞു, മിടുക്കിയായി, സുന്ദരി. ചോറിനണം കാണില്ല അല്ലേ? ഓക്കെ. ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിക്കണതൊന്നും കേൾക്കില്ല, ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഫാൻ ഇടാണ്ടാണെങ്കിൽ ഇരിക്കാനും പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും. എൻ്റെ ചുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് മര്യാദക്ക് പോയിട്ടില്ല. കുളിച്ചിട്ട് ലിപ്സ്റ്റിക് ചാലഞ്ച് ചെയ്തില്ലേ. ഗൈസ് ഇതാണ് എൻ്റെ അടുത്ത പരിപാടി. നന്നാഴി കനവിനുള്ളിൽ നാനോഴി പുഞ്ചിരിയുണ്ട്. നവർക്കുടം പോലെ പൊന്തി വരുന്ന മക്കിളികളുണ്ട്. അമ്മയ്ക്ക് കൂട്ടു നടക്കാൻ പുന്നാര പൈക്കളുണ്ട്. അക്കരെ ഇക്കരയ്ക്ക് കടത്തിന് കമ്പിളി തോണിയുണ്ട്. മനസ്സ് മുറ്റത്തെ തുളസി പോലെ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. കോടിപ്പാവുടുത്ത് കണിത്താരവുമ വിഷു കൈ നീട്ടവും കയ്യിൽ തരുമ്പോൾ എൻ്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും. അപ്പം ആ സമയം 5:49. അപ്പം ഉമ്മാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണം നമ്മൾ. ഉമ്മ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ടാവും. അപ്പം ഉമ്മാനെ എടുക്കാൻ പോകണം. അപ്പം പോയി വന്നിട്ട് ഇതോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. ദീ വരണ തള്ളച്ചിയാണ് എൻ്റെ ഉമ്മ. കലിപ്പ് മോഡലാണെന്ന് തോന്നുന്നു. മുട്ടയ്ക്ക് എടുക്കണുണ്ടല്ലോ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന്. ഹലോ ഗൈസ്, അപ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. വെറുതെ ഇരിക്കുക, തിന്നുക, ഉറങ്ങുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.